നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെ വെളിപ്പെടുത്തലും നേരിടാനാവാതെ അമ്മ എന്ന സംഘടന. നിൽക്കക്കള്ളിയില്ലാതെ മോഹൻലാലും കൂട്ടരും രാജിവെച്ച് തടിയൂരി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി റാൻമൂളികൾക്ക് പുറമെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്യുന്നവരും അമ്മയുടെ ഭാരവാഹികളായി ഉള്ളതിനാൽ ആരോപണ വിധേയരായവർക്കെതിരെ ശക്തമായ എതിർപ്പുണ്ടായി. മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, ബാബുരാജ് അമ്മയിലെ ഈ പ്രബലർക്കെതിരെ പീഡന പരാതി പോലീസിലേക്ക് എത്തിയതോടെ ഇവരെ മാറ്റി നിർത്താതെ ഇനി അമ്മയ്ക്ക് മുന്നോട്ട് പോവാനാകില്ല. അമ്മ തിരുത്തൽ വരുത്തുമ്പോഴും സർക്കാരും CPM-ഉം പിന്തുണയ്ക്കുന്ന മുകേഷിനെ തള്ളിപ്പറയാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് എന്താണ് മടി? മുകേഷിനെതിരായ പരാതിയിൽ നടി ഉറച്ചു നിൽക്കുമ്പോഴും മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറുകയാണ് സുരേഷ് ഗോപി. ഇക്കാര്യത്തിൽ സുരേഷും മുകേഷും ഗണേഷും ഒരേ തോണിയിലോ? ഹേമ കമ്മിറ്റി ഉയർത്തിയ വിവാദങ്ങൾ മലയാള സിനിമയിൽ കോളിളക്കമുണ്ടാക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. വേട്ടക്കാർ അകത്താകുമോ? പ്രൈം ഡിബേറ്റിൽ മുകേഷിനെതിരെ പരാതി നൽകിയ നടി മിനു മുനീർ, നടി ഉഷ, നടി സന്ധ്യ, അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഇന്ന് രാജിവെച്ച ശ്രീ ജോയ് മാത്യു, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, BJP വക്താവ് ശ്രീ VP ശ്രീ പത്മനാഭൻ, കോൺഗ്രസ് വക്താവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്നിവരാണ് ചേരുന്നത്. ആദ്യം മിനു മുനീർ, പരാതി നൽകിയിരിക്കുകയാണല്ലോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ എന്തെങ്കിലും നടപടികൾ ഇന്ന് ഉണ്ടായിട്ടുണ്ടോ? ഹലോ, ആരോടാ? അതെ, മിനുവിനോടാണ്. കേട്ടോ? ഞാനാണോ? അതെ. എന്താ പ്ലീസ് റിപ്പീറ്റ്. അല്ല, ഇന്ന് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണല്ലോ. എന്തെങ്കിലും അനുകൂലമായ ഒരു നടപടി പോലീസിൽ നിന്നുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ടോ? ഉണ്ടായി. ഇന്നെന്നല്ല, 2 ദിവസം മുമ്പ് തന്നെ അന്വേഷണ സംഘം എന്നെ കോണ്ടാക്ട് ചെയ്യുകയും അവർ എനിക്ക് DIGയുടെയും മാഡത്തിൻ്റെയും ഇമെയിൽ ID എനിക്ക് അയച്ചു തരികയും ഇതിലേക്ക് പരാതി അയച്ചു തരാനും എന്നോട് പറഞ്ഞ പ്രകാരം ഞാൻ ഇന്ന് രാവിലെയാണ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് അഡ്വക്കേറ്റ് ദീപക് സനലിൻ്റെ സഹായത്തോടു കൂടി ലെറ്റർ ഞങ്ങൾ ഇന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത്. ലെറ്റർ ഞങ്ങളുടെ കംപ്ലൈൻറ്റ് അവിടെ സ്വീകരിക്കുകയും നാളെ തന്നെ അന്വേഷണ സംഘം എൻ്റെ മൊഴിയെടുക്കാനായി അവർ ഇവിടെ നാളെ വരുന്നതുമാണ്. അവർ പിന്നെ ഇതിൻ്റെ ഈ സംഭവങ്ങൾ നടന്നത് എവിടെയാണോ, ഏത് ജൂറിസ്ഡിക്ഷൻ്റെ എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ നാളെ തന്നെ FIR ഇടും എന്നാണ് അവർ പറഞ്ഞത്. ഇതിനിടയ്ക്ക് മുകേഷ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ മിനു. അതിലൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ് താങ്കളുടെ ലക്ഷ്യമെന്നാണ് മുകേഷ് പറയുന്നത്. അതുമല്ല, 2009 പരിചയപ്പെട്ടു എന്നാണ് മുകേഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതും മിനു അങ്ങോട്ട് പരിചയപ്പെട്ടു, ഒരു അവസരത്തിനായി ചെന്നു എന്നാണ് മുകേഷ് പറയുന്നത്. ഇത് കലണ്ടർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഈ മോശം അനുഭവം ആദ്യമുണ്ടായി എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇത് രണ്ടും ഈ വർഷങ്ങൾ ഒന്ന് തന്നെയാണോ, അതോ കലണ്ടർ അതിന് മുൻപല്ലായിരുന്നോ? അല്ല, 2009 ശേഷമാണ് കലണ്ടർ. 2009 തന്നെയാണ് കലണ്ടർ. അപ്പം എന്താ ബ്ലാക്ക് മെയിലിംഗ് അല്ലേ ആണ് പറഞ്ഞില്ലേ? അങ്ങനെയാണ് പറഞ്ഞേക്കണം. മുകേഷ് അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നല്ലേ പറയുന്നത്? അതെ, അങ്ങനെയാണ് മുകേഷ് പറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹം ഒരു MLA ആണ്. അദ്ദേഹം ഒരു MLA ആണ്. ഒരു MLA 2 വർഷം മുമ്പ് ഒരു സ്ത്രീ എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്താൽ അദ്ദേഹം എന്തുകൊണ്ട് അതിനെതിരെ കേസെടുത്തില്ല? അതാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ഒരു കാര്യത്തിൽ തന്നെ പച്ചക്കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തെളിവുകൾ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം കേസെടുത്തില്ല? എന്തുകൊണ്ട് ഇത് കംപ്ലൈൻറ്റ്? അദ്ദേഹം MLA അല്ലേ? അദ്ദേഹം ഏത് സ്റ്റേഷനിലോട്ട് ഫോൺ വിളിച്ചാലും അപ്പോൾ തന്നെ കേസെടുക്കുമല്ലോ. അപ്പം അത് തോന്നാണ്. പിന്നെന്താ, 2009 ഞാൻ അദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ ചോദിച്ച്, അദ്ദേഹം ഒരു ഡയറക്ടറല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവസരം ചോദിച്ച് ചെല്ലാനായിട്ട്. ഇപ്പോൾ അവസരം ചോദിച്ച് ചെല്ലുന്നതിൽ ഒരു നാണക്കേടായിട്ട് ഒട്ടും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് ബാലചന്ദ്ര മേനോൻ എന്ന ചേട്ടനാണ്. പിന്നെ എനിക്ക് ഇപ്പം ഏത് സിനിമയിലായാലും എൻ്റെ ഫിഗറിനനുസരിച്ചും അല്ലെ ക്യാരക്ടർ തരാൻ പറ്റത്തുള്ളൂ. ചുമ്മാ എനിക്കൊരു റോൾ ഇതാന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും, നമുക്ക് നാളെക്കുറിച്ച് നമുക്കൊരു ഇതുമില്ല, നാളെ ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് എൻ്റെ തലയിൽ വരച്ചത് എനിക്ക് സമയമാകുമ്പോൾ വരുമെന്ന് വിശ്വസിക്കുന്നുള്ള ഞാൻ. അതുകൊണ്ട്
ഇന്നും ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല. നാളെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനടുത്ത് പോലും ഞാൻ ഒരു അവസരത്തിനായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഇതിനകത്ത് ഈ 2009 പരിചയപ്പെട്ടു എന്ന് പറയുമ്പോഴും 2022 കേട്ടോ അദ്ദേഹം വർഷമായിട്ട് പറയുന്നത് ഇല്ലേ? താങ്കൾ ആ മുകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു നോക്കിയല്ലോ. 2022 വീണ്ടും വന്ന് ഇങ്ങനെ ഈ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ അടുത്ത സമയത്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് 2019 തന്നെ ഈ വിവരം താങ്കൾ പറഞ്ഞതല്ലേ മിനു, ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അന്നും ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് താങ്കൾ പറഞ്ഞതല്ലേ? 2013 താങ്കൾ പറഞ്ഞതാണ് അല്ലേ? 2013 ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇതിനകത്ത് കേരള കൗമുദിൽ ആർട്ടിക്കിൾ വരെ വന്നതാണ്. അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ പറഞ്ഞോളൂ. അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള സിനിമ ഒരുങ്ങുന്നു, മലയാള സിനിമ വിട്ടു അങ്ങനെ അങ്ങോട്ട് ഒരു ടൈറ്റിലൊക്കെ വന്നു. അതിനുശേഷം ഞാൻ ചെന്നൈയിലോട്ട് പോയി. പിന്നെ ഞാൻ ഈ 2022 ഞാൻ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ, അത് പച്ചക്കള്ളമാണ്. ഒരു MLA-നെ, അദ്ദേഹം MLA സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ എൻ്റെ ഫോൺ നമ്പറും എൻ്റെ വോയിസും എല്ലാം റെക്കോർഡിംഗ് പരമായിട്ട് അവർക്ക് കിട്ടുമല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ കൊണ്ട് ഞാനൊന്നും അറിയണ്ടേ? അപ്പം അതൊക്കെ പറയുന്നത് അദ്ദേഹം വളരെ നുണയാണ് അതെല്ലാം പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, അത് താങ്കൾ ഇത് വായിച്ചതുകൊണ്ട് ഞാനത് വിശദമായിട്ട് വായിക്കുന്നില്ല. ഇതിൽ മറ്റൊരാൾ കൂടി ഇല്ലേ, ഒരു താങ്കളുടെ ഭർത്താവ് എന്ന രീതിയിൽ ഒരാൾ വിളിച്ച് ഇങ്ങനെ പണം ആവശ്യപ്പെട്ടു, അതും അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ഭർത്താവിന് ഒന്നാമതായിട്ട് മലയാളം അറിയില്ല. ഭർത്താവിന് മലയാളം അറിയില്ല. പിന്നെ എൻ്റെ കൂടെ ഞാനും മോനുമാണ് ഇവിടെ താമസിക്കുന്നത്. എൻ്റെ മോനാണെങ്കിലും അവനും അറിയത്തില്ല മലയാളം. അപ്പോൾ ഇത് വേറെ വല്ലവരും വിളിച്ചോ ബ്ലാക്ക് മെയിൽ ചെയ്തോ ഇത് എനിക്കറിയില്ല. എന്തായാലും താങ്കൾ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. ഇതിൽ നിന്ന് പിന്മാറ്റം എന്തായാലും ഇല്ല, പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ താങ്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്തപ്പോഴും താങ്കൾ പറഞ്ഞതും പരാതി കൊടുക്കാൻ പോവുകയാണ്. അതുപ്രകാരം താങ്കൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നാളെ മൊഴിയെടുത്തതിന് ശേഷം FIR-ലേക്ക് പോവുകയുമാണല്ലോ പോലീസ്. അപ്പോൾ ഇതിൽ ഉറച്ചു നിൽക്കും. മുകേഷിന്റെ ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റില്ലേ, അതിലെന്തായാലും താങ്കൾ വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, അതിലൊന്നും ഞാൻ പതർത്തില്ല, ഒന്നിനും പതർത്തില്ല. ഒരു തരി പുറകോട്ട് വെക്കത്തില്ല. വെച്ച സ്റ്റെപ്പ് മുമ്പോട്ട് തന്നെ പോകുന്നല്ലാണ്ട് ഇതോടുകൂടെ നമ്മുടെ ഈ കേരളത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ, ഒരു ശുദ്ധികലാശം നടക്കട്ടെ, നല്ല കേരളമായി മാറട്ടെ. ഇതാണ് എൻ്റെ ഇൻറ്റൻഷൻ, അത്രയേ ഉള്ളൂ. നമ്മളുടെ യുവാക്കളായ പൃഥ്വിരാജൊക്കെ വരട്ടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. പൃഥ്വിരാജ്, ടോവിനോ, പാർവതി, ആസിഫ് അലി, അങ്ങനെ എന്തോരം പറഞ്ഞിട്ട്, പിന്നെ മമ്മൂക്കയുടെ മോനൊക്കെ ഇല്ലേ, അവരൊക്കെ വരട്ടെ, യങ്സ്റ്റേഴ്സ് വരട്ടെ എന്ന്. എന്തായാലും താങ്കളുടെ ഈ പരാതിയാണ്, താങ്കൾ പോലീസിന് പരാതി കൊടുക്കാൻ, സ്ത്രീകളും പുരുഷന്മാരും താങ്കൾ പോലീസിന് പരാതി കൊടുക്കാൻ സന്നദ്ധയായതുകൊണ്ടാണ്. എല്ലാവരും മൊഴി ഈ വെളിപ്പെടുത്തൽ നടത്തി എല്ലാവരും പരാതി കൊടുത്തിട്ടില്ല. താങ്കളും പിന്നെ ബാബുരാജിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ആളും മാത്രമേ പരാതി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പരാതികളാണ് ഇപ്പോൾ അമ്മയിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. അമ്മയിലെ എല്ലാ ഭാരവാഹികളും രാജിവെച്ചിരിക്കുകയാണ്, മോഹൻലാൽ അടക്കം, പ്രസിഡന്റ് മോഹൻലാൽ അടക്കം എല്ലാവരും രാജിവെച്ചിരിക്കുകയാണ്. അമ്മയിൽ ഈ നേതൃത്വത്തിൽ ചില മാറ്റങ്ങൾ വരുമെന്നാണ് കണക്ക് കൂട്ടിയിരുന്നതെങ്കിലും അവരെല്ലാവരും രാജിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസിന്റെ വക്താവുണ്ട്, ഒപ്പം BP ശ്രീപത്മനാഭൻ BJPയുടെ വക്താവുമുണ്ട്, സന്ധ്യ ചേരുന്നുണ്ട്. സന്ധ്യയും ഇന്ന് മുകേഷിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. പക്ഷേ മുകേഷിനെ താങ്കൾക്ക് നേരിട്ട് പരിചയമുണ്ടോ, അതോ ഈ കൂട്ടുകാരിക്കുണ്ടായ ഒരു മോശം അനുഭവമല്ലേ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അതെ, എനിക്ക് പുള്ളിയെ നേരിട്ട് പരിചയമില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. അത് എന്താണ് അത് എത്ര കാലം മുമ്പ് നടന്ന ഒരു സംഭവമാണ്? കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. താങ്കൾ പറയുന്നത് എനിക്ക് കേൾക്കാം. താങ്കൾ പറഞ്ഞോളൂ, എത്ര നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്? പിന്നെ ഇതിൽ എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഉണ്ടായോ? എന്തെങ്കിലും ഒരു പരാതി കൊടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നോ? പിന്നെ അതിനെക്കുറിച്ച് അവർ സംസാരിച്ചോ? ഒന്ന് വിശദമായിട്ട് പറയുക. ഇത് കുറേ വർഷങ്ങൾ മുമ്പ് ഉണ്ടായൊരു സംഭവമാണ്. അതായത് ഈവൻ 2000-ന് മുമ്പേ ഉണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അവർ ആ ഫീൽഡ് വിടാൻ കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പോൾ അവരുടെ കോണ്ടാക്ട്സ് എനിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് സംസാരിച്ച ടൈമിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സോ ഈ ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായ കൊണ്ട് അവർ ഈ ഫീൽഡ് വിട്ടു. അവർ ഏതെങ്കിലും സിനിമയിൽ അവർക്ക് അഭിനയിക്കാൻ സാധിച്ചിരുന്നോ, അതോ ഈ ഒരു സംഭവം ഇല്ലേ, മുകേഷ് അവരുടെ വീട്ടിൽ ചെന്നു എന്നാണല്ലോ താങ്കൾ പറയുന്നത്.
ഇതോടുകൂടി അവർ ഈ സിനിമയെ ഉപേക്ഷിച്ച് പോയി എന്നാണോ? പിന്നെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ലെന്നാണോ? അതെ, അവർ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, ചെറിയ ചെറിയ റോളിൽ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ ശേഷം അവർ ഫീൽഡ് വിട്ടുപോയി. എന്തെങ്കിലും പിന്നീട് താങ്കൾ പക്ഷേ ഈ ഫീൽഡിൽ തുടർന്നോ? എന്തായിരുന്നു താങ്കൾ പിന്നെ മലയാള സിനിമയിൽ ഏത് രീതിയിലായിരുന്നു? പിന്നെയും അവസരങ്ങൾ താങ്കൾക്ക് കിട്ടിയോ? എന്തായിരുന്നു പിന്നീട്? ഇല്ല, ഞാനിപ്പോൾ 8-10 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഫീൽഡിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറേ ക്രൈറ്റീരിയസാണ് അവർ വെക്കുന്നത്. ഈ ക്രൈറ്റീരിയസ് വെക്കുമ്പോൾ നമ്മളെപ്പോലെ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അവരിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലെ ആഗ്രഹിച്ച് വരുന്നവർക്ക് യെസ് പറയാൻ പറ്റില്ല. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. നമ്മൾ നോ പറയുമ്പോൾ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി അവസാനിക്കുകയാണ്. അങ്ങനെ എന്താണ് അത്? ഏതെങ്കിലും പ്രമുഖരായ ആളുകളിൽ നിന്നോ അതോ ഈ ഫീൽഡിലേക്ക് ഈ കൊണ്ടുവരുന്ന ഇപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നാണോ? എങ്ങനെയാണ്, ആരാണ് അത്തരത്തിൽ പെരുമാറിയിരുന്നത്? സാധാരണ നമ്മളെ വിളിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ്. ഇവർ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, ഫോട്ടോസ് ചോദിക്കും, നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മളെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന, നമ്മൾ കണ്ടീഷൻസ് പറയുമ്പോൾ അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. നിങ്ങൾക്ക് റോൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ക്യാരക്ടർ റോൾസ് വേണമെങ്കിൽ, അതായത് ഡയലോഗുള്ള റോൾസ് ഒക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിന് തയ്യാറാവേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി മുൻപാകെ താങ്കൾ മൊഴി കൊടുത്തിരുന്നോ? താങ്കൾക്ക് അതിനുള്ള അവസരം കിട്ടിയിരുന്നോ? ഇല്ല, എന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ പേര് മുന്നോട്ട് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തുകൂടാ. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നത്. ശരി സന്ധ്യ, ഇന്ന് അമ്മയിൽ സംഭവിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമ്മയുടെ ഭാരവാഹികളെല്ലാം രാജിവെക്കുകയായിരുന്നു. വസന്ത്, VP ശ്രീപത്മനാഭൻ, രണ്ടുപേരിലേക്കും വരാം. അതിനു മുമ്പ് ജോയ് മാത്യു ഇന്ന് അമ്മയുടെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഒരാളാണ്. നടനും സംവിധായകരുമായ ജോയ് മാത്യു, അദ്ദേഹം പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ശ്രീ ജോയ് മാത്യു, എല്ലാവരും കൂടെ രാജിവെക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം എന്താണ് ഇന്ന് സംഭവിച്ചത്? ആരോപണ വിധേയനായി ബാബുരാജ് മാത്രമായിരുന്നു ഭാരവാഹികളിൽ ഉണ്ടായിരുന്നത്. പിന്നെ മുകേഷിനെ പോലുള്ളവരെ തള്ളിപ്പറയാൻ വിഷമമുള്ള കുറച്ചു പേരും. അതിന് നിങ്ങൾ മുഴുവൻ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിവെച്ചത് എന്തിനാണ്? ഈ 17 പേരും എന്തായിരുന്നു അങ്ങനെ തീരുമാനിക്കാൻ കാരണം? അല്ല, ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. കാരണം നമ്മളുടെ ഭരണസമിതിയിലുള്ള പ്രധാന പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുടെ പേരിൽ ആരോപണം വരുമ്പോൾ അവരെ മാത്രം അവരുടെ രാജി ആവശ്യപ്പെടുക, അല്ലെങ്കിൽ അവരെ മാത്രം മാറ്റി നിർത്താനുള്ളതല്ല. ഈ ഭരണസമിതിയുടെ തന്നെ ഒരു മുറയിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ ആയതുകൊണ്ട് നമ്മൾ ഒരു മാതൃകാപരമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തതാണ്. പക്ഷേ ഈ മുൻ ഭരണസമിതിയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഇത്തവണത്തെ ഭരണസമിതിക്ക് ഉണ്ടായിരുന്നുവല്ലോ. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണങ്ങളിലും വ്യക്തമായിരുന്നു. പേരെടുത്ത് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ, ചേർത്തല ജയൻ, ജഗദീഷ്, ഇവരൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ വേട്ടക്കാർ വെളിച്ചത്ത് വരണമെന്നും നടികളുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നും പറഞ്ഞവരാണ്. അവരിൽ ആരെങ്കിലും ജനറൽ സെക്രട്ടറി പദവി ഏറ്റെടുത്ത് തുടരാമായിരുന്നു. എന്താണ് അതിന് തടസ്സമായത്? ആരാണ് അതിന് തടസ്സം നിന്നത്? അങ്ങനെയുള്ള ഒരു ചേരിതിരിവ് അമ്മയിൽ ഉണ്ടായിരുന്നില്ലേ? ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ പ്രകടനങ്ങൾ നടന്നുവെന്നാണ് വാർത്തകൾ വരുന്നത്. അല്ല, ഒരിക്കലും ഇല്ല. അതൊരു ഞങ്ങൾ മാത്രമല്ല. അപ്പോൾ അതിൽ 17 ആൾക്കാരിൽ ഷാജോനുണ്ട്, സുരാജ് വഞ്ഞാറുമൂടുണ്ട്, ഉണ്ണി മുകുന്ദനുണ്ട്, ടോവിനോ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ 3 ആൾ മാത്രമൊന്നുമല്ല. അപ്പോൾ ഈ ഒരുപാട് ആൾക്കും ഉള്ള ഒരേ അഭിപ്രായം നമുക്ക് ഒരുമിച്ച് രാജിവെക്കുക എന്നുള്ളതാണ്. ഈ ഭരണസമിതി ഡിസോൾവ് ചെയ്യുക, പിരിച്ചുവിടുക, പുതിയ ഭരണസമിതി വരട്ടെ, അതുവരെ നമ്മൾ തന്നെ തുടരും. അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെയാണ്. അല്ല, ഇതേ ആളുകൾ തന്നെയാണെങ്കിൽ ഇതുവഴി അമ്മയിൽ എന്ത് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കാനാവുന്നത്? ഇപ്പോൾ ഒരു നടി നേതൃത്വത്തിലേക്ക് വരട്ടെ എന്ന ആവശ്യമുണ്ടല്ലോ, അത് ചർച്ചയായിട്ടുണ്ടോ? അതിന് പിന്തുണ കിട്ടിയിട്ടുണ്ടോ? താങ്കൾ വ്യക്തിപരമായി അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ? ഞാൻ ഈ മാറ്റം വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അമ്മയിൽ എന്തോ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണല്ലോ. അല്ല, അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നിട്ടൊന്നുമില്ല. അതിന് തയ്യാറായിട്ട് ഏതെങ്കിലും നടികൾ വരികയാണെങ്കിൽ, അമ്മയിലൊരു അംഗം വരികയാണെങ്കിൽ, അവർക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ വളരെ നല്ലത്, സ്വാഗതാർഹമാണ്.
അതിൽ യാതൊരു തെറ്റുമില്ല, സംശയവുമില്ല, എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ശ്രീ ജോയ് മാത്യു, ഇപ്പോൾ ഈ ആരോപണം നേരിടുന്ന ആളുകൾ ഈ 5 പേരാണല്ലോ. ഈ ആരോപണം എന്ന് മാത്രമല്ല, ഇപ്പോൾ അത് പരാതിയായി തന്നെ വന്നിരിക്കുകയാണ്. അവർ ഇപ്പോൾ രക്ഷപ്പെട്ട ഒരു തരത്തിലായി പോയിട്ടുണ്ടല്ലോ. ഇനി അഡ്ഹോക് കമ്മിറ്റിയാണ് അമ്മയിലുള്ളത്. ഈ പുതിയ ആളുകൾ ഉൾപ്പെടുന്ന ഭരണസമിതി വരാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ അമ്മയിലെ അംഗങ്ങളായി ഈ ആരോപണ വിധേയർ ഇനി അത് പ്രതികളാകാൻ പോവുകയാണ്, അവർ തുടരുകയാണ്. ഇങ്ങനെ ഒരു തീരുമാനം തിരിച്ചടിക്കുകയല്ലേ ഉള്ളത്? അവരോട് വിശദീകരണം ചോദിക്കും. അത് സംഘടനയുടെ ഒരു രീതി അതാണ്. എല്ലാ അംഗങ്ങളോടും, ഇതിൽ ആരോപിതരായിട്ടുള്ള എല്ലാ അംഗങ്ങളോടും അവരുടെ ഭാഗം കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗം പറയാൻ അവരോട് ആവശ്യപ്പെടും. അങ്ങനെ ഒരു വിശദീകരണത്തിൽ അഡ്ഹോക് കമ്മിറ്റി കഴിയുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മയുടെ നേതൃത്വം എന്നത് ഒരു മുൾക്കിരീടം എന്ന പോലെയായി മാറിയിട്ടുണ്ടോ? ഇപ്പോൾ മോഹൻലാൽ തന്നെ ഇത് വേണ്ട, പ്രസിഡന്റ് പദവി വേണ്ട എന്ന് വൈകാരികമായി തീരുമാനമെടുത്ത പോലെയായി. രാജിക്ക് ആദ്യം തയ്യാറായതും അദ്ദേഹമല്ലേ? തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോഴത്തെ സമിതി വന്നതാണ്. ചിലർ പറഞ്ഞു കഴിഞ്ഞു വോട്ട് ചെയ്തവരോടുള്ള വെല്ലുവിളിയായാണ് ഇന്നത്തെ ഈ തീരുമാനത്തെ കാണുന്നത്. ഒരിക്കലുമില്ല. ഇതൊരു മുൾക്കിരീടമായിട്ടില്ല. ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കുന്നുള്ളൂ. കാരണം ഇത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരും. പുതിയ ഭരണസമിതി ഇപ്പോൾ നമ്മളെക്കാൾ കഴിവുള്ളവർ ഒരുപാടുണ്ട് ഈ സംഘടനയിൽ. ഒരു സംഘടനയെ നയിക്കാൻ പ്രാപ്തിയുള്ള ചെറുപ്പക്കാരുണ്ട്, നടീനടന്മാരുണ്ട്. അവർ മുമ്പോട്ട് വരും. അവർ സംഘടനയെ വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് നയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഈ തീരുമാനം കൊണ്ട് ഈ അമ്മയിൽ പുതിയൊരു മുഖം ഇത് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? ഇപ്പോൾ താങ്കൾ അങ്ങനെ പറയാം, വന്നു കഴിഞ്ഞു എന്നാണോ? അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സർക്കാർ കോൺക്ലേവുമായി മുന്നോട്ട് പോവുകയാണ്. അഡ്ഹോക് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ കോൺക്ലേവുമായി സഹകരിക്കലാണ്. അപ്പോൾ പിന്നെ വിയോജിപ്പിന് എന്ത് പ്രസക്തിയാണ് അമ്മയിൽ വരിക? അതെ, ആ വിയോജിപ്പോടെ അവിടെ നിൽക്കും. ഞങ്ങളുടെ ഈ ഭരണസമിതിയിലുള്ള ഒരു വലിയൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാം. ഇപ്പോൾ കോൺക്ലേവിന് പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് ഭൂരിപക്ഷ അഭിപ്രായം അതിനനുകൂലിക്കുകയാണെങ്കിൽ അതങ്ങനെ. പക്ഷേ എതിരഭിപ്രായമുള്ളവരുണ്ടാവും. ഞാനെതിരാണ്, വ്യക്തിപരമായിട്ട് എതിരാണ്. അപ്പോൾ ജോയ് മാത്യു, വിയോജിച്ചിട്ടും കാര്യമില്ല, പരിഹാരമല്ല എന്ന് തന്നെയാണ്. അപ്പോൾ വിയോജിച്ചിട്ടും കാര്യമില്ല എന്നായി മാറുകയാണല്ലോ. പുതിയ അമ്മ വരുമ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ്, ഇതുപോലെ തന്നെ ഒരു കമ്മിറ്റി, അതിലും പവർ ഗ്രൂപ്പ് അധികാരത്തിൽ. അപ്പോഴും അമ്മയ്ക്ക് എന്ത് മാറ്റം? ഇതേ ടീം വീണ്ടും, അമ്മയിലെ ഭൂരിപക്ഷം ഇപ്പോഴും പ്രബലരുടെ ഒപ്പമാണല്ലോ. സംശയമില്ലാത്ത കാര്യമാണല്ലോ ശ്രീ ജോയ് മാത്യു. അല്ല, ഞാൻ ചോദിച്ചത് എന്ത് മാറ്റമാണ് അവിടെയും വരുന്നത് എന്നാണ്. അതെ 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 മനീഷേ, ഇപ്പോൾ നമുക്ക് വിയോജിപ്പുണ്ടായാലും ജനങ്ങൾ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്നവരാണല്ലോ നമ്മളെ ഭരിക്കുക. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സംഘടനയിലാണെങ്കിലും അവർ ശരിയാണോ തെറ്റാണോ എന്നല്ല നോക്കുന്നത്, ഭൂരിപക്ഷം ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ജനാധിപത്യ രീതി. അപ്പോൾ അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരാണ് അധികാരത്തിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മുൻപത്തെ കമ്മിറ്റി പോലെയല്ല ഇപ്പോൾ ഞങ്ങൾ നേതൃത്വം. അതെ, ഞാൻ അതാണ് ചോദിക്കുന്നത്. താങ്കൾ ഇത്ര ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, ഇത്തവണത്തെ ഭരണസമിതി മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഒന്നാണ് എന്ന് താങ്കൾ പറയുന്നു. ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് വന്ന പരാതികളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് വന്ന ഓരോ എഴുത്തിനും ഞങ്ങൾ മറുപടി അയക്കുകയും ഓരോ കാര്യങ്ങളും ഒരു ഫോൺ കോൾ വന്നാൽ പോലും ആ അംഗത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നൊരു പതിവ് തുടങ്ങിയിരുന്നു. പഴയ പോലെ ഒരു ഒറ്റയാൾ പട്ടാളമായിരുന്നില്ല. ഞങ്ങൾ വളരെ സംഘടനയിലെ അംഗങ്ങൾ വളരെ ശ്രദ്ധയോടെ ഓഫീസ് കാര്യങ്ങൾ നടത്തിപ്പോന്നിരുന്നത്. എന്നിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും നടിമാരുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചും നിലപാടില്ലാത്ത ഒരു സംഘടന എന്ന പേരുദോഷം ഉണ്ടായല്ലോ തുടക്കത്തിൽ. ആ നിലപാട് പുറത്തു പറയാൻ വൈകി. ഇതെല്ലാം സംഭവിച്ചത് താങ്കൾ ഉൾപ്പെടെയുള്ളവർ, ഇങ്ങനെ വിയോജിപ്പ് പറയാൻ മടിയില്ലാത്തവർ ഉൾപ്പെട്ട ഒരു ഭരണസമിതി നേതൃത്വത്തിലിരിക്കുമ്പോൾ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പറഞ്ഞോളൂ. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളുടെ സംഘടന തയ്യാറായത്.
കാരണം ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ ശക്തമായി നിലപാടുകളുള്ളവരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിലപാടെടുക്കാൻ എത്ര ദിവസമെടുത്തു എന്നതൊരു ചോദ്യമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ്, ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവർ കാരണമാണ് പരസ്യമായി നിലപാടെടുക്കാൻ നേതൃത്വം തയ്യാറായത് എന്നാണോ? ആ വിയോജിപ്പിനോട് പ്രസക്തി ഉണ്ടായി എന്ന് ചെയ്യേണ്ട എന്നല്ല, എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഈ റിപ്പോർട്ട് വായിച്ചുണ്ടാക്കാൻ തന്നെ കുറേ സമയമെടുക്കും. 293 പേജുണ്ട്. ഞാൻ തന്നെ 122 പേജ് വരെ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ പലരും ഇത് വായിച്ചിട്ടില്ല, കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ തീരുമാനം അംഗീകരിക്കപ്പെടുകയത്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ആരോപണ എതിരായവർക്കെതിരെ ഈ ആരോപണ വിധേയരായവർക്കെതിരെ നടപടി പ്രതീക്ഷിക്കാമോ? ദിലീപിന്റെ കാര്യത്തിൽ സംരക്ഷിക്കാൻ പ്രബല വിഭാഗം ആദ്യമുണ്ടായിരുന്നു, പക്ഷേ നടപടിയെടുക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ പ്രതീക്ഷിക്കണോ വേണ്ടയോ? തീർച്ചയായിട്ടും. അതായത് ദിലീപിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചതാണ്. ദിലീപിനെ രാജിവെച്ചു അതിനു മുമ്പ് തന്നെ. തീർച്ചയായിട്ടും അവരൊരു ക്രിമിനൽ എന്താ പറയുക കേസിൽ വരികയാണെങ്കിൽ, പോലീസ് കേസെടുത്ത് ക്രിമിനൽ കേസിൽ പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അംഗത്വം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ശരി, നന്ദി ശ്രീ ജോയ് മാത്യു. എന്തായാലും താങ്കൾ ഒരു വിയോജിപ്പ് അമ്മയിൽ പ്രകടിപ്പിച്ച ആളാണ്, ഇങ്ങനെ പോയാൽ പോരാ എന്ന് പറഞ്ഞ ആളാണ്. എന്തായാലും ഭരണസമിതി മുഴുവനായിട്ട് രാജിവെക്കാനുള്ള തീരുമാനമാണ് അമ്മയെടുത്തത്. ഇനി ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ് അമ്മയിൽ ഭരണം നടത്തുക. ശ്രീമതി ഉഷ, ഒരു സെക്കൻഡ് രാഹുൽ വരാം. ഉഷ, താങ്കൾക്ക് യോജിപ്പുണ്ടോ അമ്മയെടുത്ത ഇന്നത്തെ തീരുമാനം? ഇതോടുകൂടി അമ്മയുടെ മുഖം മാറുന്നു എന്നാണ് ജോയ് മാത്യു ഇവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അങ്ങനെ ഒരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ ശ്രീമതി ഉഷ? രാജിവെച്ചത് കൊണ്ട് മാത്രം ശരിയാവുമെന്ന് തോന്നുന്നില്ല. പുതിയ ഭരണസമിതി വരുമ്പോൾ അതിൽ അർഹതപ്പെട്ട ആൾക്കാർ, ആ സ്ഥാനത്തിരിക്കാൻ അർഹതപ്പെട്ട ആൾക്കാർ കൂടെ ആയിരിക്കണം വരേണ്ടതെന്നുള്ള അഭിപ്രായം കൂടെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മളെപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയും അവർക്ക് വേണ്ടി പോയി സംസാരിക്കാൻ ആർജവം കാണിക്കുകയും മുഖം നോക്കാതെ സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കഴിവുള്ള സ്ത്രീ അംഗങ്ങളെ വേണം സ്ത്രീകൾ ഭാരവാഹികളായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരേണ്ടതെന്നാണ് കുറേ നാളുകളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ജനറൽ ബോഡിയിലും ജോയിച്ചേട്ടൻ അറിയാം, ഞങ്ങളവിടെ നല്ല ശക്തമായിട്ട് പുതിയ ഒരാളെ ഓപ്റ്റ് ചെയ്യുന്ന വിഷയം വന്നപ്പോൾ, സ്ത്രീ അംഗത്തെ ഓപ്റ്റ് ചെയ്യുന്ന വിഷയം വന്നപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞതാണ്, അവിടെ വെച്ച് നിങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഒരു അംഗത്തെ ഓപ്റ്റ് ചെയ്യുള്ളൂ എന്നും പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ അഭിപ്രായം ഒന്നും മാനിക്കാതെ തന്നെയാണ് അവരുടെ ഇഷ്ടത്തിന് പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പല ആൾക്കാരും മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ആർട്ടിസ്റ്റിനും പലരുടെയും പേര് വന്നപ്പോൾ പലരും മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് ആ സമയത്തൊക്കെ മനസ്സിലാവുന്നത് ഒരിക്കൽ പോലും ഞങ്ങളെ ആര് പറയുന്നത് കേൾക്കാനോ പരിഗണിക്കാനോ ഞങ്ങളുടെ വാക്കുകൾ പരിഗണിക്കാനോ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ അസോസിയേഷന് ഒരു കത്ത് അയച്ചിട്ടുള്ളതാണ്, 2 കത്തുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി വരുന്ന ഭരണസമിതിയെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരണം, യുവതലമുറയിലുള്ള ആൾക്കാരെ കൊണ്ടുവരണം, സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്ത്രീകളെ എന്താ പറയുക അവർക്കൊരു അവരുടെ വാക്കുകൾ കേൾക്കാനൊക്കെ സന്മനസ് കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കണം വരേണ്ടത്. അത് മാത്രമല്ല, ബൈലോയിൽ നമ്മുടെ അമ്മയുടെ ബൈലോ 1-2 കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പ്രതികരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ ലൈഫ് മെമ്പർഷിപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഓണററി മെമ്പർ ആക്കിയിരിക്കുകയാണ്. അത് കൈനീട്ടം തരുന്ന ആൾക്കാർ എന്നുള്ള കാറ്റഗറിയിൽ ആ കാറ്റഗറി അതിൽ തന്നെ ഒരു തിരുത്തുണ്ടാവണമെന്നുള്ളതാണ്. കാരണം വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടാ? അതൊക്കെ ഞങ്ങൾ ചോദിച്ച കാര്യമാണ്. അല്ല, ഞാൻ പറയട്ടെ ഉഷ, ഇപ്പോൾ ജോയ് മാത്യു ഇവിടെ പറഞ്ഞത് ഈ ഭരണസമിതി മുതൽ ഇപ്പോൾ രാജിവെച്ച ആ ഭരണസമിതി ഉണ്ടല്ലോ, അവിടെ കുറച്ചു പേർ ഉണ്ടായിരുന്നു, അത് മുൻ തവണത്തേക്കാൾ വ്യത്യസ്തമായിരുന്നു. അവർ ഈ വിയോജിപ്പുകൾ പറയാൻ തയ്യാറായിരുന്നവരാണെന്നാണ്. അതിൽ അദ്ദേഹം പേരെടുത്ത് പറയുകയുമുണ്ടായി. അദ്ദേഹം ജോയ് മാത്യു ഉണ്ടായിരുന്നു, ഈ ജയൻ ചേർത്തല എന്നയാൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടൊവിനോ ഉണ്ടായിരുന്നു, ജഗദീഷ് ഉണ്ടായിരുന്നു,
അപ്പോൾ ഇങ്ങനെയുള്ള 6-7 പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്, അതായത് ഈ 17-അംഗ കമ്മിറ്റിയിൽ. അപ്പോൾ ആ പ്രബല വിഭാഗത്തിന്, അതായത് ഈ പവർ ഗ്രൂപ്പിന് പതുക്കെ പതുക്കെ ഈ ഒരു പിടി അയഞ്ഞു തുടങ്ങിയ ഒരു ഭരണസമിതി അല്ലായിരുന്നു ഇത്. ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ എന്ന് പറയുന്നതൊക്കെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായ കൊള്ളരുതായ്മകളാണല്ലോ. ഈ നടിമാരെല്ലാം പരാതി നൽകിയത് കഴിഞ്ഞതോ അതിനു മുൻപോ ഉള്ള ഭരണസമിതിക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴേക്കും അതിനൊരു മാറ്റം വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണം നേരിടുന്നവരും അവരെ സഹായിക്കുന്നവരുമായ ആളുകൾ മാറി നിന്നാൽ പോരായിരുന്നോ അമ്മയിൽ? അല്ലെങ്കിൽ ഇനിയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഈ പഴയപടിയായിട്ട് കാര്യങ്ങൾ പോകുമോ? ഈ പഴയ ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് കൈയടക്കാൻ എന്തായാലും അവർ ശ്രമിക്കാതിരിക്കില്ലല്ലോ. അല്ല, പിന്നെ ജോയിച്ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആൾക്കാർ, പിന്നെ ടൊവിനോയെ പോലുള്ളവരൊക്കെ മത്സരിച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. അവരൊന്നും നമ്മുടെ അടുത്ത് വോട്ടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ജോയിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ജോയിച്ചേട്ടന് എന്നോട് വിളിച്ച് വോട്ടൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു, ടൊവിനോ ചോദിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇവരെ ജയനാണെങ്കിലും ഇവരെയൊക്കെ നമ്മൾ വോട്ട് ചെയ്തതാണ്. ജഗദീഷ് ചേട്ടനൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവരെ വേണം, കാരണം ഇവരുണ്ടെങ്കിലെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ഇതിന് മാറ്റം ഉണ്ടാവും, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് തന്നെയാണ്. പക്ഷേ ഇനി പുതിയ തലമുറയിലുള്ള ആൾക്കാർ വരണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അവരെ മാറ്റി നിർത്തിയിട്ട് ചെയ്താൽ മതിയായിരുന്നു, അത് മതിയായിരുന്നു. ഇതിപ്പോൾ ഒരു ഒളിച്ചോട്ടം പോലെ ആയിപ്പോയി. ശരി, രാഹുൽ ഈശ്വർ, ഇവിടെ 5 പേർക്കെതിരെയാണ്, 5 പ്രമുഖർക്കെതിരെയാണ് ഈ പോലീസിൽ പരാതി വന്നിരിക്കുന്നത്. ഇനി അടുത്ത നടപടിയിലേക്ക് പോവുകയാണ് പോലീസ്, FIR-ലേക്ക് കടക്കുകയാണ് മൊഴിയെടുത്തതിന് ശേഷം. അപ്പോൾ ഇതൊരു വലിയ ഒരു പോരാട്ടമായി മാറുകയാണ്. ഇപ്പോൾ ഇന്നലെ താങ്കൾ ചോദിച്ചിരുന്നു മിനു ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുമോ എന്ന്. ഉറച്ചു നിൽക്കുമെന്നതിന്റെ തെളിവാണല്ലോ ഇന്ന് കാണുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. തീർച്ചയായും പരാതി നൽകുന്ന എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യണം. പരാതി ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആരോപണം ആദ്യ ഘട്ടമാണ്, രണ്ടാമത്തെ ഘട്ടമാണ് പരാതി, മൂന്നാമത്തെ ഘട്ടം കോടതി അത് പരിശോധിക്കുമ്പോഴാണ് അത് ശരിയോ തെറ്റോ പിന്നീട് കുറ്റവാളിയാകുന്നത്. അതുകൊണ്ട് പരാതി നൽകണം. അതേപോലെ ശ്രീ രഞ്ജിത്ത് പരാതി കൊടുക്കുന്നുണ്ട്, ശ്രീ സിദ്ദിഖ് പരാതി കൊടുക്കുന്നുണ്ട്, മാമുക്കോയുടെ മകൻ പരാതി കൊടുക്കുന്നു എന്നാണ് അറിയുന്നത്. ശ്രീ സുധീഷ് നീളനെടുവേ മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവസാനം ഇതിൽ ഏതൊക്കെ സത്യമുണ്ട് ഏതൊക്കെ കള്ളമുണ്ടെന്ന് അറിയാം. നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ കുറെയൊക്കെ വളരെ ജെനുവിൻ ആണെന്ന് നമുക്ക് തോന്നും, എന്നാൽ ചിലതൊക്കെ കള്ളമാണ്, ചുമ്മാ പറയുന്നതാണ് തോന്നും. ഇത് തമ്മിൽ മാറ്റി അറിയാൻ വേണ്ടി നമുക്ക് കൃത്യമായ കോടതിയുടെ ഇടപെടൽ വേണം. അതാണ് ഒന്ന്. രണ്ട്, ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം വാതുവെപ്പിനെ തുടർന്ന് ആടി ഉലഞ്ഞത് ശ്രീ മഞ്ജുഷ് കൊടുക്കുന്നുണ്ടായിരിക്കും, നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. വലിയ രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം ഒരു പ്രതിസന്ധിയെ നേരിട്ടു. അതിനുശേഷം ക്രിക്കറ്റ് ശക്തമായി തിരിച്ചു വരികയും ചെയ്തു. അതേപോലെ നമ്മുടെ മലയാള സിനിമയും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്, ആടി ഉലഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് നമുക്കറിയാം. ഒരുപാട് ക്രിക്കറ്റ് മേഖലയിൽ സച്ചിൻ അടക്കമുള്ളവർ വേദനയോടെ മനസ്സ് പൊട്ടി നിന്ന ഒരു അവസ്ഥ നമുക്കറിയാം. അദ്ദേഹമൊക്കെ നിരപരാധിയാണ്. അതേപോലെ ശ്രീ മോഹൻലാൽ. ഇവിടെ മറ്റൊരു കാര്യമുണ്ട് രാഹുൽ. ഇപ്പോൾ ഈ ആരോപണം നേരിടുന്നയാൾ എന്ന് പറയുന്നത് അതിൽ 5 പേരും പ്രബലരാണ്. പക്ഷെ ഒരാൾ അതിനേക്കാളൊക്കെ മുകളിലാണ്, മുകേഷ് എന്നയാൾ. പാർട്ടിയുടെ പിന്തുണയുണ്ട്, സർക്കാരിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഈ 2 പിന്തുണ എന്ന് പറയുമ്പോൾ ഏത് ഏജൻസിയാണോ അന്വേഷണം നടത്തുന്നത് അവിടെ സ്വാധീനം ചെലുത്തുവാനുള്ള കഴിവുണ്ട്, അത് പ്രയോഗിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും അറിയാവുന്നയാളാണ് മുകേഷ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം എന്നൊരു പാർട്ടിയും സർക്കാരും പറയുമ്പോൾ എങ്ങനെ നീതി നടപ്പാക്കാൻ കഴിയും? ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വായിച്ചാൽ തന്നെ അറിയാമല്ലോ, അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പോരാട്ടം തുടങ്ങുന്നതിന്റെ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ജയലളിതയെ അടക്കം ലാലു പ്രസാദ് യാദവിനെ അടക്കം ജയിലിൽ പിടിച്ചിട്ട കോടതികളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആർക്കും ശ്രീ മുകേഷ് അതിനു മേളിലൊന്നും അല്ലല്ലോ. പക്ഷെ അവിടെയാണ് ശ്രീ സുരേഷ് ഗോപി എടുത്ത നന്മയുടെ നിലപാട് നമ്മൾ നോക്കേണ്ടത്. സുരേഷ് ഗോപിയുടെ എതിർ രാഷ്ട്രീയത്തിലുള്ളതാണ് ശ്രീ മുകേഷ്. വേണമെങ്കിൽ തെള്ളി പറയായിരുന്നു. പക്ഷെ കൂടെ നിൽക്കുന്നവരെ വേട്ടക്കാർക്ക് മുമ്പിൽ തെള്ളിയിടാതെ കോടതി പറയട്ടെ എന്ന ധാർമ്മികമായ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി മാറിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ജനസേവനമല്ല പ്രധാനം, അദ്ദേഹത്തിന്റെ പ്രധാനം തന്റെ സിനിമാ മേഖലയാണ്. തന്നോട് തോളോട് തോൾ സഹകരിച്ച് നിന്ന ആളുകളെയാണ് അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹത്തിന് BJP-യുടെ രാഷ്ട്രീയം പോലും താല്പര്യമില്ല എന്ന് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാക്കുകൾ തെളിയിക്കുന്നതാണ്, ഇന്നത്തെ പ്രകോപനം തെളിയിക്കുന്നതാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ആ വാക്കുകൾ കേട്ടതിനു ശേഷം ചർച്ചയിലേക്ക് വരാം. കാരണം 2 രാഷ്ട്രീയ നേതാക്കൾ ഈ ചർച്ചയിലുണ്ട്, ശ്രീ പത്മനാഭനും ശ്രീ വസന്ത് തെങ്ങുംപള്ളിയും. സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, അതിനുശേഷം രാമനിലയത്തിൽ വെച്ച് അദ്ദേഹം പ്രകോപിതനായത്. ഈ 2 ദൃശ്യങ്ങളും കാണാം, അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹം പ്രകോപിതനായതിന്റെ ദൃശ്യങ്ങളും. അതിനുശേഷം ചർച്ചയിലേക്ക് വരാം. കോടതി വല്ലതും പറഞ്ഞോ മുകേഷിന്റെ കാര്യം? കോടതി പറയും. ഈ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ, മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല. കോടതി പറയും. ഞാൻ പറയുന്ന അതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട്? അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക. ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക. ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും, എടുത്തോട്ടെ. നിങ്ങളിത് ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ കോടതിയാണോ? അല്ലല്ലോ. കോടതി തീരുമാനിക്കും. കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ, ബുദ്ധിയിൽ, പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ്. അത് അന്നേരം നടക്കും. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ശ്രീ പത്മനാഭൻ, ഇതാണോ BJPയുടെ നിലപാട്? അല്ലല്ലോ. കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഈ രീതിയിലായിരുന്നോ ഈ വിഷയത്തെ കാണേണ്ടത്? ശ്രീ പത്മനാഭൻ. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ എന്താണ് ഇവിടുത്തെ പ്രശ്നം? സുരേഷ് ഗോപിയും മാധ്യമങ്ങളും തമ്മിലുള്ള തർക്കമാണോ ഇവിടുത്തെ പ്രശ്നം? അതോ ഈ കേസിൽ FIR ഇട്ടിട്ട് പോലും രഞ്ജിത്തിനെ പോലും അറസ്റ്റ് ചെയ്യാത്തതാണോ പ്രശ്നം? എത്ര മണിക്കൂറായി FIR ഇട്ടിട്ട്? എത്ര മണിക്കൂറായി FIR ഇട്ടിട്ട്? അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. ആര് പറഞ്ഞു അതിൽ വിഷമമില്ല എന്ന്? അതിൽ ചോദ്യമില്ല എന്ന് ആര് പറഞ്ഞു? ശ്രീ പത്മനാഭൻ, അതിൽ താങ്കളെ പോലെ തന്നെയുള്ള ചോദ്യം ഞങ്ങൾക്കുമുണ്ട്. അതിലൊരു ചോദ്യം ചോദിക്കേണ്ട ആൾ കൂടിയായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ശ്രീ സുരേഷ് ഗോപി. ശ്രീ സുരേഷ് ഗോപിയും ആ ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ചോദിച്ചില്ല. ചോദ്യം എനിക്ക് മനസ്സിലായി, ഒരിക്കൽ ചോദിച്ചാൽ മനസ്സിലാവും. ഇവിടത്തെ വിഷയം ഇത്രയും ദിവസമായിട്ട് ഇപ്പൊ 24 മണിക്കൂർ കഴിഞ്ഞു രഞ്ജിത്തിനെതിരെ FIR ഇട്ടിട്ട്. രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തോ? ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. വാട്ട് ഈസ് പ്രിവെന്റിംഗ് ദി പോലീസ് ഫ്രം അറസ്റ്റിംഗ് രഞ്ജിത്ത്? എന്താണ് തടസ്സം? മുകേഷിനെതിരെ FIR വന്നോ? വരുവോ? മുകേഷ് രാജിവെക്കുവോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രഞ്ജിത്തിനെ പോലും 24 മണിക്കൂർ കഴിഞ്ഞിട്ട് തെരഞ്ഞു പോലീസ് പോയോ? രഞ്ജിത്തിനെ തെരഞ്ഞു പോലീസ് പോയോ? ഒരു 354 കേസാണ് ഈ രഞ്ജിത്തിനെതിരെ എടുത്തിരിക്കുന്നത്. എനിക്കറിയാം വാട്ട് ഈസ് എ 350. പഴയ സെക്ഷൻ ആട്ടോ. പിന്നെ ഒരു പുതിയ സെക്ഷൻ ആണോ പഴയ സെക്ഷൻ ആണോ ഇട്ടതെന്ന് അറിയില്ല. IPC പ്രകാരമാണോ BNS പ്രകാരമാണോ രജിസ്റ്റർ ചെയ്യുന്ന അറിയില്ല. കാരണം ഇപ്പോഴാണ് റിപ്പോർട്ട് ഇരിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ BNS ആണ് ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അതൊക്കെ നോൺ വെയിലബിൾ ഒഫൻസ് ആണ്. ഇതുവരെ തെരഞ്ഞു പോയിട്ടില്ല. മുകേഷിനെതിരെ FIR ഇട്ടിട്ടില്ല. മുകേഷ് രാജിവെക്കുന്ന ലക്ഷണമുണ്ടോ? മുകേഷ് ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന് പറഞ്ഞ അയാള് സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. നിങ്ങൾ സുരേഷ് ഗോപി, മാധ്യമങ്ങൾ പ്രവർത്തകർ സുരേഷ് ഗോപി തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർക്കുക. അല്ലല്ല, അത് സുരേഷ് ഗോപിയും മാധ്യമങ്ങളും തമ്മിലുള്ള തർക്കമല്ല. ശ്രീ പത്മനാഭൻ, ആ രീതിയിൽ താങ്കൾ പറയുന്നത് അത് കഷ്ടമായി പോയി. കാരണം BJPക്ക് ഇക്കാര്യത്തിൽ സുവ്യക്തമായ നിലപാടുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. അതിൽ ഞങ്ങൾക്കും സംശയമില്ല. അല്ലല്ല, ശ്രീ പത്മനാഭൻ, ഇക്കാര്യത്തിൽ മാധ്യമങ്ങളും സുരേഷ് ഗോപിയുമായിട്ട് അല്ല, ഞങ്ങളും സുരേഷ് ഗോപിയുമായിട്ട് ഒരു തർക്കവുമില്ല. അതല്ല, ഇതിൽ ഞാൻ പറയുന്ന താങ്കളൊന്ന് കേൾക്കൂ. താങ്കൾ പറഞ്ഞ ഈ നിലപാടല്ലായിരുന്നു സുരേഷ് ഗോപി പറയേണ്ടത് എന്ന് മാത്രമേ എന്റെ ചോദ്യമുള്ളൂ. ഒരു മീഡിയ വൺ എന്ന ചാനൽ സുരേഷ് ഗോപിയുടെ പിന്നാലെ കൂടിയിട്ട് കുറേയായി. മീഡിയ വണ്ണിന്റെ ഉദ്ദേശം എന്താ ഞങ്ങൾക്കറിയാം. ജമാഅത്ത് ഇസ്ലാമിന്റെ ചാനലാ. അവരുടെ ഉദ്ദേശം എന്താ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കുറെ കാലമായി പണിയെടുക്കുന്നത്. ഇന്ന് BJPക്ക് പറയാനുള്ളത് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആരും കേട്ടില്ലേ? അത് കേട്ട് ചോദിച്ചല്ലോ. ഞാൻ താങ്കളുടെ നിലപാടിനെ ഒരു തരത്തിലും ഇവിടെ ഖണ്ഡിച്ച് പറഞ്ഞിട്ടില്ല. മറിച്ചും തിരിച്ചും ഒക്കെ സുരേന്ദ്രനോട് ചോദിച്ചല്ലോ. ഞാൻ താങ്കളുടെ നിലപാടിനെ ഒരു തരത്തിലും ഖണ്ഡിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, സുരേഷ് ഗോപി എടുക്കേണ്ട നിലപാട് ഇതാണോ അല്ലയോ എന്നുള്ളതാണ്. താങ്കൾ പറയേണ്ടത് അല്ല, സുരേഷ് ഗോപി ഈ നിലപാടാണ് എടുക്കേണ്ടത്. പറഞ്ഞതാണ് നിലപാട്. നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് BJPയുടെ നിലപാട്. മനസ്സിലായില്ല. അതല്ല ഞാൻ പറഞ്ഞ, അതല്ല അല്ല തർക്കത്തിന്റെ അല്ല. ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇത് മീഡിയ വൺ അല്ല ശ്രീ VP ശ്രീപത്മനാഭൻ. ആയിക്കോട്ടെ, ഇന്നും തള്ളിയും കേസ്. ശ്രീ മഞ്ജുഷ്, രണ്ട് കാര്യങ്ങളിലാണ് പ്രശ്നമുള്ളത്. ഒന്ന്, അദ്ദേഹം ചർച്ചയിൽ ഇരിക്കുന്നത് മീഡിയ വണ്ണിൽ അല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക.
അദ്ദേഹത്തിന് പ്രശ്നമുണ്ടെങ്കിൽ മീഡിയ ചർച്ച ഞാൻ ചെയ്യും. എവിടെയാ ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പൊ നല്ല നിങ്ങളെ കോൺഗ്രസ് നേതാവ് പ്രതിയല്ലേ? കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണമല്ലേ? നിങ്ങൾ അത് പറ. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെതിരെ പെൺകുട്ടികൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അത് പറ. അത് പറ. സുരേഷ് ഗോപിക്കെതിരെ ഒരാളും ആരോപണം ഉന്നയിച്ചിട്ടില്ല. അല്ല, വസന്ത് ഒന്ന് പറയട്ടെ, സുരേഷ് വസന്ത് ഒന്ന് ഗോപിക്കെതിരെ പറയട്ടെ. ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ല. മീഡിയക്കാരായിട്ടുള്ള തർക്കേ ഉള്ളൂ. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെതിരെ പെൺകുട്ടികൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവേ കേന്ദ്രമന്ത്രിയല്ല. പിന്നെ ആരായാലെന്താ? ബൂത്ത് പ്രസിഡന്റ് ആണെങ്കിൽ എന്താ? ബൂത്ത് പ്രസിഡന്റ് ആണെങ്കിൽ എന്താ? അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ലോയേഴ്സ് കോൺഗ്രസിൽ മെമ്പർ ആണോ? അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ലോയേഴ്സ് കോൺഗ്രസിൽ മെമ്പർ ആണോ? അത് പറ. പറയട്ടെ, കേൾക്കാമോ? കോൺഗ്രസിന് നന്നാക്കിട്ടോ. ഒന്ന് ശ്രീ പത്മനാഭന്റെ താഴെ എനിക്കൊന്ന് ഫ്രെയിം കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ എഴുതി കാണിക്കുന്നത് BJP എന്നാണ്. അങ്ങ് ശ്രീ മഞ്ജുഷ് ആദ്യം പറഞ്ഞത് BJP വക്താവ് എന്നാണ്. അത് മാറ്റി സുരേഷ് ഗോപി വക്താവ് എന്നാക്കിയാൽ മനോഹരമായിരിക്കും. കാര്യം എന്താക്കണമെന്നൊന്നും നിങ്ങൾ കോൺഗ്രസിന്റെ നേതാവിന്റെ കാര്യം അതാതെ പറയട്ടെ. നിങ്ങൾ സുരേഷ് ഗോപിയുടെ സ്റ്റൈല് മാരാർജി ഭവനിൽ വെച്ചാൽ മതി. മാധ്യമങ്ങളുടെ നേരെയും കോൺഗ്രസിന്റെ നേരെയും വേണ്ട. ഞങ്ങൾ കോൺഗ്രസ് നേതാവ് പ്രതിയായിട്ട് രാഷ്ട്രീയ തർക്കമാണ്. മിനു ഒരു കാര്യം സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ പരാതി കൊടുത്ത മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇന്ന് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി പരസ്യമായി സ്വീകരിച്ചത്. താങ്കൾ ഇത് അറിഞ്ഞിരുന്നുവോ? താങ്കൾ ഇത് കണ്ടിരുന്നുവോ? എന്താണ് താങ്കൾക്ക് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത്? എനിക്ക് പൊളിറ്റിക്സ് പരമായിട്ട് എനിക്കൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. അല്ല, താങ്കൾ മുകേഷിനെതിരെ പരാതി കൊടുത്തതാണല്ലോ. താങ്കളുടെ പരാതിയിലാണ് FIR വരാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ ഈ സുരേഷ് ഗോപിയുടെ ഒരു പിന്തുണ താങ്കൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾക്കോ? പിന്തുണ ഞങ്ങൾക്കാണോ? അതെ, ഈ അദ്ദേഹവും അമ്മയുടെ ഭാഗം തന്നെയാണല്ലോ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയാണെങ്കിലും. നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ മീഡിയയിലൊക്കെ കണ്ട സ്ഥിതിക്ക് അദ്ദേഹം ലീസ്റ്റ് ബോധേഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ വേറെ ഏതോ ഒരു മാഡം പറയുന്നത് കേട്ടു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്ത് കൊണ്ടുപോവാ. സംസാരിക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്തുകൊണ്ടോ, സുരേഷ് ഗോപി അതിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് ഞാനൊരു ഇത് കണ്ടായിരുന്നു. അതിലും ഭേദം തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തുന്നതായിരിക്കും. കോൺഗ്രസ് നേതാവിനെതിരെയുള്ള പരാതി അന്വേഷിക്കാൻ അത് കോൺഗ്രസ് നടപടി എടുക്കും. കോൺഗ്രസ് നേതാവിനെതിരെ കോൺഗ്രസ് നടപടി എടുക്കട്ടെ. അവര് പറയട്ടെ, മിനു കോൺഗ്രസ് നേതാവെന്ന് അറിഞ്ഞുകൊണ്ടല്ല ചന്ദ്രശേഖരനെതിരെ പരാതി കൊടുത്തത്. അങ്ങനെയാണോ മിനു? അറിയാമായിരുന്നോ ഇദ്ദേഹം കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു? അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അത് അറിയില്ല. എനിക്ക് ചന്ദ്രശേഖരനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എനിക്ക് ഒന്നും അറിയത്തില്ല. അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് അത് മാത്രമാണ് ഞാൻ ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്തത്. അദ്ദേഹം ഇന്ന് ഒരു അഡ്വക്കേറ്റ് ആണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പിന്നീട് മീഡിയയിൽ നിന്നാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ എന്താണെന്ന്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരിക്കലും ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, നമ്മുടെ നാട്ടിൽ നടന്ന ദുരന്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ ഞാൻ റെഡിയാണ്. ഇപ്പോൾ പരാതി കൊടുക്കുന്ന ആളുകളെ കുറിച്ച് ഇവിടെ സംസാരിച്ചു. മിനുവിനോട് ഒരു കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞ് ഞാൻ വസന്തിലേക്കും ശ്രീപത്മനാഭനിലേക്കും വരാം. ഇതുവരെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നവരിൽ പലരും പരാതി കൊടുക്കുവാൻ ഇപ്പോൾ മടി കാണിക്കുകയാണ് എന്നൊരു തോന്നലുണ്ടോ മിനു? ഇപ്പോൾ മിനുവും മറ്റൊരു കുട്ടിയും മാത്രമേ ഇതുവരെ പരാതി കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ വെളിപ്പെടുത്തലിൽ തന്നെ നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ ആരോപണ വിധേയരായവർ മറുവാദം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. ഇതല്ല യഥാർത്ഥ സംഭവങ്ങൾ, ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്ന്. അപ്പോൾ എല്ലാവരും പരാതി കൊടുത്താൽ മാത്രമല്ലേ ഇത് യഥാർത്ഥമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ? അതല്ലെങ്കിൽ വെറുതെ കൊടുക്കുവാൻ വേണ്ടിയുള്ള സംഭവങ്ങളെന്നേ പറയുകയുള്ളൂ? അതെന്താന്ന് വെച്ചാണ്ടല്ലോ, ഇപ്പോൾ ഒരു സ്ത്രീ യഥാർത്ഥ കാര്യം ഓണസ്റ്റായിട്ട് നമ്മൾ പബ്ലിക്കിനോട് തുറന്നു പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വിറ്റ്നസ് ആയിട്ടുണ്ട്. ഈ സൈബർ ബുള്ളിങ്
നിങ്ങൾ കണ്ടല്ലോ സൈബറായിട്ട് എന്നുള്ള ആൾക്കാർ എന്തൊക്കെയാണ് കമൻസ് ഇടുന്നത്. ഞാൻ കണ്ടില്ല കേട്ടോ, എനിക്കതിനുള്ള സമയവും കൂടി ഇല്ല അങ്ങനത്തെ കമൻസ് നോക്കാനൊക്കെ. അപ്പം ഇതെല്ലാം കാണുമ്പോൾ പിന്നെ എങ്ങനെ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികൾ പ്രതികരിച്ച് മുന്നോട്ട് വരും? കാരണം ഇതുപോലെ സൈബർ ആക്രമണമാണല്ലോ, അതിനെ പേടിച്ചിട്ടായിരിക്കും ആരും പുറത്തോട്ട് ഇപ്പം മുന്നോട്ട് വരാതിരിക്കുന്നത്. ശരി, ശ്രീപത്മനാഭൻ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല ചന്ദ്രശേഖരനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചന്ദ്രശേഖരൻ കോൺഗ്രസ് നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഈ സുരേഷ് ഗോപി ചെയ്തത്, പക്ഷേ ഞാൻ ശ്രീപത്മനാഭനോട് ഞങ്ങളും സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയരുത്. അദ്ദേഹം ഈ രീതിയിൽ പ്രതികരിച്ചതിൽ തന്നെ ഞെട്ടലുണ്ട്. കാരണം ഇതൊരു സ്ത്രീ പക്ഷത്ത് നിൽക്കേണ്ട ആളാണ് സുരേഷ് ഗോപി. അദ്ദേഹം എന്തായാലും ബി ജെ പിക്കാരനാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് BJP രാഷ്ട്രീയത്തിനൊപ്പം എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനം എന്ന് താങ്കൾ പറയുകയാണോ ചെയ്യുന്നത് ഇത്? അല്ല, സുരേഷ് ഗോപി 40 വർഷമായി മലയാള സിനിമയിൽ ഇല്ലേ? അദ്ദേഹത്തിനെതിരെ ഇന്ന് വരെ ആരും ഇത്തരത്തിലുള്ള ഒരു പരാതി സിനിമാ രംഗത്ത് ഉന്നയിച്ചിട്ടില്ലല്ലോ. ആകെ ഉന്നയിക്കപ്പെട്ടത് മാധ്യമങ്ങളുമായിട്ടുള്ള തർക്കമാണ്. ആ തർക്കം ഇന്നും തുടരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്നും, കഴിഞ്ഞ 40 വർഷമായി ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്നും ആരും അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ പോകുന്നത്? ഇവിടെ കോൺഗ്രസ് നേതാവ് അല്ല ആണെന്ന് അറിഞ്ഞിട്ടല്ല പരാതി കൊടുത്തു. ആയിക്കോട്ടെ, കോൺഗ്രസ് ഒന്ന് പുറത്താക്കിയോ? നടപടി എടുത്തോ? ചന്ദ്രശേഖരനെതിരെ കോൺഗ്രസ് നടപടി എടുത്തോ? ഇല്ലല്ലോ. അത് നടക്കാത്തിടത്തോളം കാലം കോൺഗ്രസ്സുകാരും ധാർമ്മികത പറയരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ്. പോലീസ് അന്വേഷിക്കട്ടെ, FIR ഇടട്ടെ, പ്രതികളെ അറസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവില്ല. രഞ്ജിത്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. 24 മണിക്കൂറായി FIR ഇട്ടിട്ട്. 24 മണിക്കൂറായി രഞ്ജിത്തിനെതിരെ FIR ഇട്ടിട്ട് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ പറയാനുള്ളത്? അത് താങ്കൾ പറഞ്ഞ പോലെ പോലീസാണ് നടപടി എടുക്കേണ്ടതെന്ന്. എന്തായാലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതാരും ഒളിച്ചു വെച്ചിട്ടില്ല ശ്രീപത്മനാഭൻ, അതാരും ഒളിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ രഞ്ജിത്തിനെതിരെ പറയുന്നത് പോലെ തന്നെ അല്ല, രഞ്ജിത്തിന്റെ കാര്യം കൂടി കൂട്ടിയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. രഞ്ജിത്തിനെതിരെയും സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല. രഞ്ജിത്തിനെതിരെയും സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല കേട്ടോ. കാരണം അദ്ദേഹത്തിന് സിനിമാ മേഖലയാണ് പ്രയോറിറ്റി. താങ്കൾ പറഞ്ഞത് BJPയുടെ നിലപാട് അത് ശരിയായ നിലപാടുമാണ്, ഒരു സംശയവുമില്ല. ശ്രീ വസന്ത് ദഗമ്പള്ളി, കോൺഗ്രസ് നേതാവുമുണ്ട് ഇക്കൂട്ടത്തിൽ. സിനിമാക്കാർ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളുമുണ്ട്, CPMന്റെ നേതാവുമുണ്ട്, മുകേഷ്. ഓക്കെ, അതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് ശ്രീ പത്മനാഭന്റെ ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കോൺഗ്രസ് നേതാവിന്റെ കഥ മാത്രം പറഞ്ഞാൽ മതി. വസന്ത് കോൺഗ്രസ് വക്താവ് എന്ന നിലയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇത് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഞാൻ ഇന്ന ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇന്ന കാര്യം പറയണം, ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബോണ്ടയെ പറ്റി ചോദിക്കണം, 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഫ്രൈഡ് റൈസിനെ പറ്റി ചോദിക്കണം. ആ പരിപാടി സുരേഷ് ഗോപിയോടും ശ്രീ പത്മനാഭനോടും പറയാനുള്ളത് നിങ്ങൾ മാരാർജി ഭവനിൽ പോയി പറഞ്ഞാൽ മതി. ആദ്യം നിങ്ങളുടെ കോൺഗ്രസ്സുകാരനെ ഒന്ന് സംസാരിക്കണമെന്നും അയാളെ സസ്പെൻഡ് ചെയ്യ്, ചോദ്യം ചോദിക്കണമെന്നും സസ്പെൻഡ് ചെയ്യ്. അല്ല, നിങ്ങൾ വഴക്ക് കൂടല്ലേ, സമയമില്ല. ഒന്നാമത്തെ കാര്യം സസ്പെൻഡ് പോലും ചെയ്തിട്ടില്ല. ഷെയിം ഓൺ യു. എത്രാമത്തെ തവണ സസ്പെൻഡ് ചെയ്യ്? പറ, കെ സുധാകരൻ MP സസ്പെൻഡ് ചെയ്യാൻ പറ, KPCC പ്രസിഡന്റിനോട്. പറയട്ടെ, തുടങ്ങുന്നതിന് മുമ്പ് ഇടപെട്ടാൽ അങ്ങനെ പറയാൻ സാധിക്കും. ഇനി കോൺഗ്രസിന്റെ സുവ്യക്തമായ നിലപാട്, ശ്രീ മുകേഷിനെതിരെ, ആത്മയുടെ ഒരേ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ഗണേഷ് കുമാറിനെതിരെ, കഴിഞ്ഞ ദിവസം ഇതേ ചാനലിൽ എന്റെ കൂടെ സഹപ്രവർത്തകയായ ശ്രീ അപർണയ്ക്കെതിരെ അസഭ്യപക്ഷം ചൊരിഞ്ഞ ശ്രീ ധർമ്മജൻ ബോൾഗാട്ടിക്കെതിരെ, ഇപ്പൊ ആരോപണ വിധേയരായി നിൽക്കുന്ന എല്ലാവർക്കുമെതിരെ രാഷ്ട്രീയ ഭേദമന്യേ FIR ഇട്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. വ്യക്തമാണല്ലോ ഞങ്ങളുടെ നിലപാട്. ഇനി സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ, സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ നിങ്ങൾ വിമർശിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. നേരത്തെ പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവും ജനപ്രതിനിധികളല്ല. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് എന്തും എനിക്കും നിങ്ങൾക്കൊക്കെ എന്തും ചെയ്യാന്നാ. പഞ്ചായത്ത് വാർഡ് മെമ്പർ പോലും അല്ലാത്ത എനിക്കും നിങ്ങൾക്ക് എന്തും ചെയ്യാന്നാ. എന്റെ പൊന്നു പപ്പനാമ പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ പൊതുപ്രവർത്തകന്മാർ പാലിക്കേണ്ട മര്യാദയുണ്ട്, ഇലക്ഷനിൽ ജയിച്ചാലും തോറ്റാലും. അതെ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുന്നതിന് മുമ്പ് ഓർമ്മയുണ്ടല്ലോ, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിങ്ങൾക്ക് എന്തും ചെയ്യാന്നാ? ഞാൻ ജനപ്രതിനിധി അല്ല, എനിക്ക് എന്തും ചെയ്യാൻ, അങ്ങനെയാണോ?
അങ്ങനെ അല്ല ശ്രീ പത്മനാഭൻ, അല്ലല്ല, താങ്കൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്നത് ജനപ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹം ഒരു പൊതുജന സേവകനാണ്. അദ്ദേഹം ഈ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കാമോ ഇല്ലയോ? BJPയുടെ നിലപാട് വ്യക്തമാണ് ഇക്കാര്യത്തിൽ. എന്തിനാണ് നിങ്ങൾ ഈ കാര്യത്തിൽ സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നത്? BJPയുടെ നിലപാടല്ലേ താങ്കൾ പറയേണ്ടത്? അത് പറയുന്നതിനൊപ്പം സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു ശ്രീ പത്മനാഭൻ? കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്യാത്തത് എന്താ? ചെയ്യാം, ഇപ്പൊ ചെയ്യാം. ചെയ്തിട്ട് സംസാരിക്കും. ഒരേ ഒരു ചോദ്യത്തിന് ഉത്തരം പറ. ഒരേ ഒരു ചോദ്യം. സുരേഷ് ഗോപി പറയുന്നു, എന്നോട് ചോദിക്കേണ്ട കാര്യം, ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് നല്ല ഇറങ്ങി വന്നത്, അതായത് ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് പാർട്ടി അല്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ തൃശ്ശൂർ എടുക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്ക് സ്കാമുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര നടത്തി. 45 കിലോമീറ്ററാണ് യാത്ര പ്രഖ്യാപിച്ചത്. ഈ വിഷയവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. കരിവണ്ണൂരൊക്കെ ഇവിടെ എന്ത് കാര്യം? ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്യുമോ? ചന്ദ്രശേഖരനെ സസ്പെൻഡ്. നിങ്ങൾ രണ്ടിനും ഒരു തീരുമാനത്തിലെത്തൂ. മിനു ഈ ചന്ദ്രശേഖരന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനും ഇന്ന് കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല, ഈ ലൊക്കേഷൻ നോക്കാൻ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവമേ ക്രിയേറ്റ് ചെയ്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. എന്താണ് ഇത്രയും വർഷങ്ങൾ വൈകിയത് കൊണ്ടാണ്? അതിൽ ഈ പറയുന്ന പോലെ മുകേഷ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കയ്യിൽ തെളിവുണ്ട്, കാര്യങ്ങൾക്കൊക്കെ വാട്സപ്പ് സന്ദേശങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ ചന്ദ്രശേഖരനും പറയുന്നത് ഞാൻ ഇതിൽ നിയമവഴികളിൽ പോകാൻ തയ്യാറാണ് എന്നാണ്. എന്താണ് മിനുവിൻ്റെ മറുപടി? ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ, ഈ ചന്ദ്രശേഖരൻ എന്ന ആളെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ കാരണം അദ്ദേഹമാണ് എന്നെ ഉപദ്രവിച്ചതുകൊണ്ടാണ്. അദ്ദേഹം ഞാൻ ചെയ്ത ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, കുട്ടിക്കാനത്ത്. ഈ കുട്ടിക്കാനത്ത് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി, പ്രീ പ്രൊഡക്ഷന് വേണ്ടി എൻ്റെ ഒരു കാർ ഉപയോഗിച്ച് ഒരു ഡ്രൈവറിനെ പോലെ എന്നെ എന്നെ അവർ മിസ്യൂസ് ചെയ്ത് ഈ കുട്ടിക്കാനം മുഴുവനും കറങ്ങിപ്പിച്ചാണ് ഈ അഡ്വക്കേറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസർ ജോയി എന്നങ്ങണ്ട പേര്. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു ഒരു മെയിൻ പ്രൊഡ്യൂസറുണ്ട് പരിചയപ്പെടുന്നതൊക്കെ. കുഴപ്പമില്ല, നാളെ പോലീസ് അംഗങ്ങൾ, അതായത് അന്വേഷണ സംഘങ്ങൾ വരുമ്പോൾ ഞാൻ അവിടെ അടുത്തുള്ള കാര്യങ്ങളും ഇദ്ദേഹം എന്നെ കൊണ്ടുപോയ റിസോർട്ട് വരെ ഞാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ റെഡിയാണ്, റൂം വരെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ റെഡിയാണ്. അദ്ദേഹം എന്താണെന്ന് ചെയ്യട്ടെ, എൻ്റെ സത്യാവസ്ഥ ഞാൻ എൻ്റെ അന്വേഷണ സംഘത്തെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ എല്ലാ തെളിവുകളോടും കൂടി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അവരെ പറഞ്ഞു കൊടുക്കും. അതെൻ്റെ ഉത്തരവാദിത്വം. ഇപ്പം ബാക്കിയുള്ളത് അവർ നോക്കിക്കോളും. പിന്നെ ഈ മുകേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, 2009 ഒരു ആൽബവുമായി താങ്കൾ മുകേഷിനെ കാണാൻ ചെന്നുവെന്ന്. ഇത് നടന്ന സംഭവമാണോ അദ്ദേഹം ഈ പറയുന്നത്? അത് പച്ചക്കള്ളമാണ്. അദ്ദേഹം പറയുന്നുണ്ട് 2009 ഞാൻ അദ്ദേഹത്തിന് വാട്സപ്പ് മെസ്സേജ് അയച്ചെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം 2009 കേരളത്തിൽ വാട്സപ്പ് ഇല്ലായിരുന്നെന്ന്. അത് തന്നെ പച്ചക്കള്ളം. ഞാൻ സിനിമയിൽ വരുന്നത് തന്നെ 2008-2009. ഈ 2009 കലണ്ടർ എന്ന സിനിമയിൽ. അവിടെ വെച്ചാണ് ഞാൻ മുകേഷ് എന്നയാളെ ഞാൻ പരിചയപ്പെടുന്നത്. കൂടെ ഞാൻ ദുബായിൽ നിന്നും ലീവ് എടുത്ത് അഭിനയിക്കാൻ വന്നതാണ്, അല്ലാണ്ട് കേരളത്തിൽ സെറ്റിലാകാൻ വേണ്ടി വന്ന ഒരാളല്ലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സിനിമയിലെ ചാൻസ് വെച്ച് ഞാൻ മുകേഷിനെ തേടി പോകുന്നത്? പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഞാൻ ആൽബം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു എന്നാണ് പറയുന്നത്. അത് വേറൊരു നോണ. എനിക്കന്ന് ആൽബം ഉണ്ടായിരുന്നില്ല, ഞാനന്ന് ഫോട്ടോഷൂട്ടും ചെയ്തിട്ടില്ല. ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തത് 2012 അപ്പോൾ ഇതെല്ലാം കല്ല് വെച്ച നുണകളാണ്. അതുപോലെ തന്നെ 2022 ഞാൻ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു MLA ആണെങ്കിൽ ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്ത എന്തുകൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തില്ല? പിന്നെ അദ്ദേഹത്തിന് തെളിവുണ്ടെന്നാണ് പറയുന്നത്. ഈ തെളിവുകളൊക്കെ മതിയല്ലോ എന്നെ അറസ്റ്റ് ചെയ്യാൻ. 2 വർഷമായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു കേസ് എടുക്കുകയോ ആരോടും പറയാത്ത എന്താണ്? ഇന്ന് ഞാനൊരു സത്യാവസ്ഥ കാര്യം തുറന്ന് പറഞ്ഞപ്പോൾ അതിന് ബദലായിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ഇന്ന് ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. ഞാൻ അദ്ദേഹത്തിന് 2009 ഞാൻ വാട്സപ്പ് ചെയ്തിട്ടില്ല, കാരണം 2009 അദ്ദേഹം വാട്സപ്പ് എന്നല്ല പറയുന്നത്. 2009 മുകേഷ് പറയുന്നത് 2009 ഈ ഫോട്ടോ ആൽബവുമായി വീട്ടിൽ ചെന്നു, അതായത് മുകേഷിന്റെ വീട്ടിൽ ചെന്നു എന്നാണ്. ഒരു അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ആ കൂടിക്കാഴ്ചയിൽ മാന്യമായ പെരുമാറ്റമായതുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലാപ്ടോപ്പ് സന്ദേശം അയച്ചു എന്നാണ് മുകേഷ് പറയുന്നത്. പിന്നെയാണ് ഈ 2022 ഫോണിൽ സംസാരിച്ചു,
അത് മുകേഷിനെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. മിനു മുനീർ എന്നാണ് അപ്പോൾ പരിചയപ്പെടുത്തിയത്. പിന്നെ അന്നേരമാണ് ഈ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടത്. അതിൽ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിൽ സന്ദേശം അയച്ചു എന്നാണ് 1 ലക്ഷം, അതായത് 2022 വാട്സാപ്പ് സന്ദേശം അയച്ചുവെന്ന്. ഈ സന്ദേശം ഒക്കെ അദ്ദേഹത്തിൻ്റെ തെളിവായി ഉണ്ടെന്നാണ് പറയുന്നത്. തെളിവുകളുടെ പിൻബലത്തിലാണ് ഇക്കാര്യം പറയുന്നതെന്നാണ്. ഇതാണ് മുകേഷിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതെ, എനിക്ക് പറയാനുള്ളത് തെളിവുകൾ നല്ലതാണ്. തെളിവുകൾ നല്ലതാണ്. എന്തുകൊണ്ട് ഈ തെളിവുകളൊക്കെ വെച്ച് അദ്ദേഹം കേസെടുത്തില്ല? ഒരു സ്ത്രീ ഒരു MLA-നെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് മൗനിയായി 2 വർഷത്തേക്കിരുന്നു? ശ്രീപത്മനാഭൻ, ഇത്രയും കാര്യങ്ങൾ ഈ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകേഷ് ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത്. ഇങ്ങനെ ഈ ബ്ലാക്ക്മെയിലിംഗ് കാര്യങ്ങൾ പറയുന്ന മുകേഷിനെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ അനുകൂലിക്കുമ്പോൾ അതിലുണ്ടായ ഒരു സന്ദേഹം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് സുരേഷ് ഗോപിയായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ് താങ്കൾ അവതരിപ്പിച്ചത്. നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ന്യൂസ് 18 കാര്യമല്ല ഞാൻ പറഞ്ഞത്. തർക്കം മീഡിയ വണ്ണായിട്ടാ. അവർക്ക് ചില അജണ്ട ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ കൈകാര്യം ചെയ്തോളാം. ഞങ്ങൾക്ക് അറിയാം, നിയമപരമായി ഞങ്ങൾ നേരിട്ടോളാം, അത് വിട്ടേക്ക്. അദ്ദേഹം പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താണ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്? ഞങ്ങളുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നാണ്. അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞത് പോലും ഞങ്ങളുടെ നേതാവ് സുരേന്ദ്രൻ പറഞ്ഞത് പാർട്ടി നിലപാട് ഇതാന്നാ. അപ്പൊ പാർട്ടി നിലപാട് കൃത്യമായി മനസ്സിലായിട്ടു പിന്നെ ഇപ്പൊ സുരേഷ് ഗോപിന്റെ തലയിലേക്ക് ഈ കേസ് മുഴുവൻ കെട്ടിവെക്കാന്നാണ് ഇപ്പൊ അങ്ങനെ ധരിച്ചിരിക്കുന്നത്. കുറ്റം ചെയ്തവർക്കെതിരെ നടപടി എടുക്കേണ്ട കാര്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രഞ്ജിത്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? 24 മണിക്കൂറായി FIR ഇട്ടിട്ട് എന്താ അറസ്റ്റ് ചെയ്യാത്തത്? ഇത് ആരും ചോദിക്കുന്നില്ല. എല്ലാവരും സുരേഷ് ഗോപിന്റെ പിന്നാലെയാ. അങ്ങോർക്കെതിരെ ആരും പരാതി ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങോർക്കെതിരെ ആരും പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കൊടുത്തത് രഞ്ജിത്തിനെതിരെ ഒക്കെയാണ്. രഞ്ജിത്തിനെതിരെ FIR വന്നിട്ട് 24 മണിക്കൂറായി, അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ആർക്കും പ്രശ്നമില്ല അല്ലേ? അപ്പൊ ഇതെന്താ അറിയോ, ഇത് പ്രധാന വിഷയം തമസ്കരിക്കപ്പെടും. പുതിയ ഓരോ സംഗതിയുടെ പിന്നാലെ പോകും. അവസാനം രഞ്ജിത്തും രക്ഷപ്പെടും, മുകേഷും രക്ഷപ്പെടും. ഒരു തമസ്കരിച്ചിട്ടുമില്ല. ഈ വിഷയം മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നത് കൊണ്ടാണല്ലോ രഞ്ജിത്തിനെതിരെ FIR എങ്കിലും വന്നത്. രഞ്ജിത്തിന് ആ പദവിയിൽ നിന്ന് മാറേണ്ടി വന്നതും FIR വന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ. അത് താങ്കൾ തമസ്കരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ അത്രമാത്രം ആക്ഷൻ എടുക്കുവാനായിട്ട് സർക്കാരിനും പോലീസിനും കഴിയും. അപ്പോൾ ഇതിൽ നാട്ടിൽ നടക്കുന്ന എല്ലാ ഗുണവും നിങ്ങളങ്ങ് ഏറ്റെടുക്കല്ല. ഈ രാജ്യത്തെ പൊതുപ്രവർത്തകർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്. PT തോമസ്, മരിച്ചുപോയ PT തോമസ് MLA-ക്ക് നിർണായക പങ്കുണ്ട്. നടിയെ ആക്രമിക്കപ്പെട്ട നടിയെ സഹായിച്ചത് അദ്ദേഹമാണ്. അതൊന്നും പറയാൻ ഞങ്ങൾക്കൊരു മടിയില്ല. അതെല്ലാം പറയണം, അത് ശരിയുമാണ്, അതൊക്കെ പറയണം. പക്ഷെ ഇവിടെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം ശ്രീപത്മനാഭൻ, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. BJP-യുടെ നിലപാട് തെറ്റാണ് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെയുള്ള കാര്യം, ഇവിടെ ഒരു സുരേഷ് ഗോപി രാഷ്ട്രീയമൊക്കെ മറച്ചു വെക്കൂ. ഇതിൽ പറയുന്നത് ഇവിടെ ഒരു സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, മുകേഷ് നെക്സസ്, അങ്ങനെ ഒരു കൂട്ടുകെട്ട് എന്തിനാണ്? ആ ഒരു കൂട്ടുകെട്ട് ദോഷം ചെയ്യുകയുള്ളൂ. സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, മുകേഷ്, ഈ ഒരു കൂട്ടുകെട്ട് എന്തിനാണ്? ഈ ഒരു കാര്യം ഞാൻ പറയാം, അത് മീഡിയ വണ്ണല്ല, അതിന് വലിയവനാണെങ്കിലും അജണ്ട വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ ഞങ്ങൾക്കറിയാം നേരിടാൻ. അജണ്ട വെച്ചിട്ടാണ് നടക്കുന്നതെങ്കിൽ ഞങ്ങൾക്കറിയാം നേരിടാൻ. താങ്കൾ ഇപ്പോൾ ഈ അജണ്ടയുടെ കാര്യം പറയുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, താങ്കൾ പറയുന്നത് വേറെ കാര്യങ്ങൾ. എന്തിനു പറയുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് സുരേഷ് ഗോപിയെ തള്ളി പറയാം. വിഷയം ചർച്ച ചെയ്യാം. ഇന്നത്തെ വിഷയം എന്താ? എന്തുകൊണ്ട് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല? അതുകൊണ്ട് മുകേഷിനെതിരെ FIR ഇട്ടിട്ടില്ല? അത് രണ്ടും ചർച്ച ചെയ്തല്ലോ. മുകേഷ് രാജിവെക്കുന്നില്ല? ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ആൾക്കാർ സുരേഷ് ഗോപിന്റെ പിന്നാലെ പോവാ. ശരി വസന്ത്, ശ്രീപത്മനാഭന്റെ പ്രതിരോധം അത് തന്നെയാണ്. രഞ്ജിത്തിനെതിരെ എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല, മുകേഷിനെതിരെ എന്തുകൊണ്ട് FIR ഇല്ല, ഇതൊക്കെയാണ് കാര്യങ്ങൾ. മുകേഷിനെതിരെ എന്തായാലും നാളെ മിനുവിന്റെ മൊഴിയെടുക്കാൻ പോവുകയാണ് അന്വേഷണ സംഘം. മുകേഷിനെതിരെ മാത്രമല്ല, മറ്റ് 4 പ്രമുഖർ കൂടിയുണ്ട്, താരങ്ങൾ, അവർക്കെതിരെയും ഒക്കെ. പക്ഷെ ഇപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഗണേഷ്, മുകേഷ്, സുരേഷ് ഗോപി, ഈ ഒരു കൂട്ടുകെട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, അങ്ങനെ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു കൂട്ടുകെട്ടില്ല. അവിടെ ഒരു പോലീസും ഒരു ഭരണമുണ്ട്, പിണറായി വിജയനും ഉണ്ട്. എന്റെ പൊന്നു, ഇദ്ദേഹത്തെ മാത്രം വെച്ച് നിങ്ങൾ 1 മണിക്കൂർ ചർച്ച നടത്തും. ബാക്കിയുള്ള ഞാനിത് 3ാമത്തെ തവണയാണ് മഞ്ജുഷ് എന്നിലേക്ക് വരുന്നത്. അങ്ങിത് എത്ര തവണയാണ് ഇടപെടുന്നത്? തിരിച്ച് ഇടപെടാൻ അറിയത്തില്ല എന്നിട്ടല്ല. ഓക്കെ, നോക്കൂ, ഇതിൽ ജനപ്രതിനിധികളുടെ അവർ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ ഇരിക്കുന്ന രഞ്ജിത്ത്
ഒരു ഗവൺമെന്റ് പോസ്റ്റിൽ ഇരിക്കുമ്പോഴുള്ള ആൾക്കാർക്ക് നേരെ ആരോപണം വരുമ്പോഴുള്ള പ്രശ്നം, ഈ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നുവെങ്കിൽ, ഈ ആരോപണം നിൽക്കുന്ന സമയത്ത് ആയിരുന്നുവെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഭാവികമായും വിത്തൗട്ട് മാസ്കിംഗ്, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന മാസ്ക്ഡ് ആണ് പല പേരുകളും, വിത്തൗട്ട് മാസ്കിംഗ് രഞ്ജിത്തിന്റെ കയ്യിൽ എത്തപ്പെടുമായിരുന്നു, നിയമപരമായി തന്നെ എത്തപ്പെടുമായിരുന്നു. കാര്യം ഓൾട്ടറേഷൻസ് നടത്താൻ, ആ മേഖലയിലെ മാറ്റങ്ങൾക്ക് സജഷൻസ് നിർദ്ദേശം ചെയ്യാനൊക്കെ ആയിട്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അത് കൊടുക്കപ്പെടുമായിരുന്നു. അങ്ങനെ രഞ്ജിത്ത് വഴി അത് ഈ പവർ ഗ്രൂപ്പിലേക്ക് എത്തപ്പെടുമായിരുന്നു. നോക്കൂ, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പറയുന്ന ആത്മയുടെ ഒരേ ഒരു പ്രശ്നം, അങ്ങിപ്പോ പേര് പറഞ്ഞ ഗണേഷ് കുമാർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ, അതിനുശേഷം പിന്നീടുണ്ടായ ഭാര്യമാർ, അവരുടെ കുടുംബങ്ങൾ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതെല്ലാം പോകട്ടെ, ഈ ഗണേഷ് കുമാർ ആ മന്ത്രിസഭയിലെ ഒരു അംഗമാണ്. മന്ത്രിസഭയിലെ ഒരു അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈസിലി ആക്സസബിൾ ആണ് ആ അൺമാസ്ക്ഡ് റിപ്പോർട്ട്. അങ്ങനെ ഉള്ളപ്പോൾ ആരാണ് മൊഴി കൊടുത്തത് എന്നത് പോലും ഇപ്പോ വേട്ടക്കാരുടെ പേര് മാസ്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, മൊഴി കൊടുത്ത ഇരകൾ അവരാരാണ് എന്നത് പോലും ഈ മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഗണേഷ് കുമാറിന് ആക്സസബിൾ ആണ്, മുകേഷിനും അത് ഈസിലി ആക്സസബിൾ ആണ്, ശ്രീ സുരേഷ് ഗോപിക്കും അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആദ്യം ഇറങ്ങിപ്പോയേ മതിയാകൂ, അല്ലെങ്കിൽ അവരെ ആദ്യം പടിയടച്ച് പിന്നവെക്കണം. ഇപ്പൊ മഞ്ജുഷ് ഈ ചർച്ചയിൽ തന്നെ ഏതോ ഒരു നടിയോട് ചോദിച്ചു, സുരേഷ് ഗോപിയുടെ അടുത്ത് പരാതിയുമായി ചെന്നാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? സുരേഷ് ഗോപിയുടെ അടുത്ത് പരാതിയുമായി പോകുന്നതിലും ഭേദം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ് എന്ന് ഇന്നത്തോടുകൂടി മനസ്സിലായില്ലേ? നോക്കൂ, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ മുകേഷിന്റെ സ്നേഹിതനാണ്, അല്ലെങ്കിൽ മുകേഷും ഞാൻ ഒരുമിച്ച് 10 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പോണ്ടിച്ചേരിക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്, അവിടുന്ന് ഒരുമിച്ചാണ് ഞങ്ങൾ ടാക്സി വെട്ടിച്ച് കാർ മേടിച്ചത് എന്നുള്ള കഥയല്ല പറയുന്നത്. നോക്കൂ ശ്രീ പത്മനാഭൻ, അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ആദ്യം നിങ്ങളെ നേതാവിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യും. ജനങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്യും. കുറെ ദിവസമായി അയാൾക്കെതിരെ ആരോപണം വന്നിട്ട് ഗീർവാണം പറയും, എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. പറയട്ടെ, അപ്പൊ ഒരു കാര്യമില്ല, നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥയില്ല, നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥയില്ല, നിങ്ങൾ കവല പ്രസംഗം നടത്തുകയാണ്. പോലീസ് വേഷങ്ങൾ ചെയ്ത് ഷിറ്റ് ഗോപിയായിട്ട് നടക്കുന്ന സുരേഷ് ഗോപി, നിങ്ങള് ഒന്നും വേണ്ട, വലിയ വർത്താനൊന്നും പറയണ്ട. ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്യും. പ്രശ്നം കഴിഞ്ഞില്ലേ? ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെ സസ്പെൻഡ് ചെയ്യും. പ്രതിയാണ്, സ്ത്രീ പീഡന കേസാണ്. അത് ചെയ്യാണ് സുരേഷ് ഗോപി. അവസാനിപ്പിക്കുകയാണ്, ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. ഇന്നത്തെ പയൻ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പയൻ ഡിബേറ്റിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അമ്മയിലെ കൂട്ടരാജി പവർ ഗ്രൂപ്പിനെ ദുർബലമാക്കുമെന്ന് 72% പ്രേക്ഷകർ, ഇല്ല എന്ന് 22%, നിഷ്പക്ഷം 6%. പയൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കളങ്ക